ഹലോ നമസ്കാരം, ഞാൻ സജന റജി. സജനകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു കിഴങ്ങിനെ പറ്റിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നാമാവിശേഷമായിരിക്കുന്ന ആ കിഴങ്ങിനെ ഇപ്പം എല്ലാവരും അതിനെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഇറച്ചിക്കാച്ചിൽ എന്ന പേരിലാണ് ഈ കിഴങ്ങിനെ അറിയപ്പെടുന്നത്. ഇറച്ചിക്കാച്ചിൽ എങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനലിനെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാനിന്ന് ഇറച്ചിക്കാച്ചിൽ എന്താണെന്നാണ് ഇന്ന് ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത്. നോക്കിയാൽ ഇറച്ചിക്കാച്ചിൽ അതിനെ നമ്മൾ പല പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എയർ പൊട്ടറ്റോ എന്നറിയപ്പെടും. അതുപോലെ തന്നെ അടതാപ്പ്, ഇപ്പോൾ പ്രചാരത്തിൽ അറിയപ്പെടുന്നത് അടതാപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നിങ്ങൾ അടതാപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്, നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് പകരക്കാരനായ അടതാപ്പ്. ഇത് നോക്കിയേ, ഈ മുളച്ചു വന്നിരിക്കുന്ന കണ്ടോ, ഈ രണ്ട് ചെറിയ വിത്താണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കാർഷിക മേള വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കിവിടെ രണ്ട് ചെറിയ കിഴങ്ങ് തന്നതാണിത്. നോക്കിയേ, ഇതിന് മുള വന്നാൽ നമുക്ക് നടാൻ പറ്റിയ ഇതാണിത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്ന ഒന്നാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് നാമാവിശേഷണമായി പോയി. ഈ അടതാപ്പ്, പണ്ടൊന്നും അടതാപ്പ് എന്നല്ലായിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്ന, ഇറച്ചിക്കാച്ചിൽ എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇറച്ചിക്ക് സമാനമായ ഒന്നാണിത്. നല്ല ടേസ്റ്റായിട്ടുള്ളതാണ് ഈ നമ്മുടെ ഇറച്ചിക്കാച്ചില്ലെങ്കിൽ അടതാപ്പ് എന്നറിയപ്പെടുന്നത്. എയർ പൊട്ടറ്റോ എന്ന പേരിലും അറിയപ്പെടുന്നത്. നമുക്കിതെങ്ങനെയാണ് കുഴിച്ചു വെക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അടതാപ്പ് നടാനായിട്ട് ഞാനിവിടെ ഒരു പഴയൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗാണ് ഇത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഗ്രോ ബാഗ്. മടക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിന് ഹോളൊക്കെ ഉണ്ട്, വെള്ളം വാർന്നു പോകാനായിട്ട്. ഞാൻ നേരത്തെ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ കരിയില ഇടുന്നതിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഇതാണെങ്കിൽ ഇതിൽ നല്ലതുപോലെ എയർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞ് നല്ലൊരു വളമായി തീരുകയും ചെയ്യും. നമുക്ക് ഇത് കുറച്ച് അവിടെ കരിയില ഇട്ട് കൊടുക്കാം. വേരുകളുടെ എല്ലാം നല്ല ഓട്ടത്തിന് വേണ്ടി നമ്മൾ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എയർ സർക്കുലേഷൻ ധാരാളമായിട്ട് ഇത് നടക്കും. ഇനി നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണ് നമ്മൾ ഇടും തോറും ഈ കരിയിലയാണെങ്കിൽ പൊടിഞ്ഞ് അങ്ങ് വരും. അതനുസരിച്ച് നമ്മളിതിനകത്ത് മണ്ണോ അല്ലെങ്കിൽ പിന്നെ കരിയിലയോ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെയും നമ്മൾ ഒരു ലെയർ കൂടെ നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടാൻ പറ്റിയ സമയമാണ് ഈ നമ്മുടെ അടതാപ്പ്. എന്നു വെച്ചാൽ ഇതിന് മുളകൾ വരും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിന് മുളകൾ വരുന്നത്. ആ മുളകൾ വരുന്ന സമയത്ത് നമുക്കിതിന് നടാൻ പറ്റിയ സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കാച്ചിലിൻ്റെ രൂപത്തിലാണ്. ഇതിൻ്റെ വള്ളിയെന്ന് പറയുന്നത്, ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് കാച്ചിലിൻ്റെ രൂപത്തിലുള്ളതാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ അടതാപ്പ് അല്ലെങ്കിൽ ഇറച്ചിക്കാച്ചിൽ അല്ലെങ്കിൽ എയർ പൊട്ടറ്റോ എന്ന് ഇതിന് പേര് പറയും. നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഉരുളക്കിഴങ്ങിന് പ്രമേഹ രോഗികൾക്ക് പറ്റിയ ഒന്നാണ് ഈ അടതാപ്പ്. അതായത് പൊട്ടറ്റോയ്ക്കാണെങ്കിൽ, ഉരുളക്കിഴങ്ങിനാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ അടതാപ്പ് എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയാണ്. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇതുണ്ടല്ലോ ചാരം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചാരം കൂടി ഇട്ട് കൊടുത്തു. നമുക്കിതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. അടിവളം നല്ലതുപോലെ കൊടുത്താൽ മാത്രമേ നല്ലതായിട്ട് നമുക്ക് വിളവ് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം.
മണ്ണ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ഇതിന് വളമൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനി ഇത് മുളകൾ വന്ന് ഒരു വള്ളി വീശാറാവുമ്പോഴാണ് അടുത്ത വളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ മണ്ണ്. ഇനി ഇതിലേക്ക് ഞാൻ ഈ 2 അടതാപ്പും അല്ലെങ്കിൽ ഇറച്ചിക്കാച്ചിലും ഇതിലേക്ക് തന്നെ നട്ടു കൊടുക്കുകയാണ്. ഇങ്ങനെ നട്ടു കൊടുക്കാം. നമുക്ക് മുട്ടിക്കട ഇതിൻ്റെ വള്ളി മൂടിയാലും സാരമില്ല, ഇത് കിളുത്ത് വന്നോളും കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് പുതയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് പുതയിട്ട് കൊടുക്കുകയാണ്. കരിയില തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പുതയെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഇറങ്ങി താഴെ ചെന്നോളും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റേജസും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും കിളിർത്ത് വന്നതിന് ശേഷം. അപ്പോൾ ഇതിന് നമ്മൾ പന്തലിട്ട് കൊടുക്കണം കേട്ടോ. ഈ അടതാപ്പിന് പന്തലാണ് ഇട്ട് കൊടുക്കാം. വള്ളി നമ്മൾ മരത്തിലൊക്കെ കയറ്റി വിടാം, അപ്പോൾ നമുക്ക് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. ഇത് നമ്മൾ പന്തലിട്ട് കൊടുത്താൽ അവത്തേലിങ്ങനെ അത് വള്ളിയിലാണ് നമ്മുടെ ഈ എയർ പൊട്ടറ്റോ, അതായത് അടതാപ്പ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.